ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം, പിന്നെ കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെക്കുക, കുറച്ച് പാല്, ഒരു അരക്കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, പിന്നെ കേക്ക് ടിന്ന് ഒരു 9 ഇഞ്ചുള്ള കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ ഇട്ട് വെക്കുക. അതെല്ലാം റെഡിയാക്കി വെക്കണം. പിന്നെ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഇട്ടതിന് ശേഷം അത് മെൽട്ടായതിന് ശേഷം അതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കരയിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ബ്രൗൺ ഷുഗറാണ് ഇതിന് വേണ്ടത്. ആ ബ്രൗൺ ഷുഗർ എൻ്റെ കയ്യിലില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ബ്രൗൺ ഷുഗർ ഉള്ളവർ അതിട്ട് കൊടുക്കുക, ഒരു അരക്കപ്പ് ബ്രൗൺ ഷുഗർ. പിന്നെ ഞാൻ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കൽ. ബ്രൗൺ ഷുഗറിന് പകരം നമുക്ക് ഹോം മെയ്ഡായിട്ട് ഇതുവേണം ചെയ്തെടുക്കാം. ശർക്കര അലിയിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് ഞാൻ രണ്ടും ഒരുമിച്ച് ഇവിടെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നേരത്തെ എടുത്ത് വെച്ച ഗ്രാമ്പൂ പട്ടയും പൊടിച്ചതാണ്, ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി അരച്ചത് അതും ചേർത്ത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്യുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അത് മെൽട്ടായതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് അത് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മീതെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നു ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ അത് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ചെറീസ് ഉണ്ട്, പിന്നെ കുറച്ച് കിസ്മിസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം പരിപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് ഈത്തപ്പഴം അരിഞ്ഞതിൽ ഇപ്പം കാണൂല, ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമുക്ക് ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കണം, എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നത് വരെ ഒന്ന് നിരത്തി കൊടുക്കുക. അത് മാറ്റി വെച്ച് അതിലേക്ക് ഇതിന് വേണ്ടി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടി എടുക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു അരിപ്പയിലിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്താൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് വിസ്കോ സ്പൂണോ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ കേക്കിന് വേണ്ടി ഞാൻ 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ആ 2 കോഴിമുട്ടക്കാണ് 1.5 കപ്പ് മൈദ എടുത്തത്. ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കുറേശ്ശെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1.5 കപ്പ് മൈദക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ വൈറ്റ് കളർ ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട്
ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്. പിന്നെ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇടുക. അതിനുശേഷം പാലൊഴിക്കുക. നേരത്തെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലെടുത്ത് വെച്ചില്ലായിരുന്നു, അത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അത് തീരുന്നത് വരെ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസും പിന്നെ 2 ടീസ്പൂൺ മെൽറ്റ് ചെയ്ത നെയ്യും ഒഴിച്ചു കൊടുക്കുക. ക്രിസ്മസ് സ്പെഷ്യൽ അപ്സൈഡ് ഡൗൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് ഈ കേക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ ഒന്ന് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.